ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പലതരം വിശ്വാസമുണ്ട്. അതല്പം ഹാസ്യത്തോടെ തന്നെ അവതരിപ്പിക്കാം. ഒന്ന്, കാത്ത വിശ്വാസം. രണ്ട്, ചത്ത വിശ്വാസം. മൂന്ന്, പൂത്ത വിശ്വാസം. നാല്, മൂത്ത വിശ്വാസം. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൽ വരുന്ന 4 തരം വകഭേദങ്ങൾ. കാത്ത വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും വിശ്വാസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പണ്ട് കാലഘട്ടത്തിൽ കൊച്ചുകുട്ടി കരയുമ്പോ, നമ്മളൊക്കെ ചെറുപ്രായത്തിൽ കരയുമ്പോ നമ്മുടെ അപ്പൂപ്പനോ അമ്മൂമ്മയും അല്ലെങ്കിൽ നമ്മുടെ അപ്പനമ്മയും ഓടി വന്ന് നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ഒരു കാര്യം എഴുതി വെക്കുമായിരുന്നു. യു രാ നാ ഈ. ഈ 4 അക്ഷരം അന്ന് കൊച്ചുകുട്ടികളുടെ നെറ്റിത്തടത്തിൽ എഴുതി വെക്കുമായിരുന്നു. യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ. ആലോചിച്ച് നോക്കണം. അന്ന് ഒരു കൊച്ചുകുട്ടി കരഞ്ഞാൽ അന്ന് അമ്മമാർ ഓടി വന്ന് വിശുദ്ധ കുരിശിൽ ആ ലേഖനം ചെയ്ത ആ വാചകം എഴുതി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? കൊച്ചുകുട്ടികൾ സംരക്ഷണം കിട്ടാൻ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, കാത്ത വിശ്വാസം. പണ്ട് കാലഘട്ടത്തില് നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയല്ലേ അപ്പനും അമ്മയും കൊച്ചിനെ ഒക്കത്തെടുത്ത് ഓരോ രൂപത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ മുത്തിക്കും. മോനെ ഇതാ നോക്ക് അന്തോണീസ് പുണ്യവാൻ, ഇത് നോക്ക് തമ്പാച്ചൻ, ഇതാ നോക്ക് ഇതാ ഔസേപ്പിതാവ് മേരി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇന്ന് എന്ത് പറ്റി? ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് സെന്റ് ജോർജിന്റെ വിശുദ്ധ ഗീവറീസ് പുണ്യവാന്റെ അടുത്ത് ചെന്നിട്ട് കൊച്ചുങ്ങൾ പറയും ഇതാ ബാഹുബലി. പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. ഏത് വിശുദ്ധനാണെന്ന് പോലും തിരിച്ചറിയാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. തിരിച്ചറിവ് കൊടുക്കുന്നില്ല. അറിവുണ്ട്, കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്ക്. വാട്ട് ഈസ് മെറ്റ, വാട്ട് ഈസ് AI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയും. എന്നാൽ സ്വന്തം അപ്പൂപ്പന്റെ പേര് ചോദിച്ചാൽ കുട്ടികൾക്ക് അറിയില്ല. അമ്മൂമ്മയുടെ പേര് ചോദിച്ചാൽ കുട്ടികൾക്ക് അറിയില്ല. അറിവുണ്ട്, തിരിച്ചറിവില്ല. ശ്വാസമുണ്ട്, വിശ്വാസമില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റ്. പ്രിയപ്പെട്ടവരെ, പൂർവികന്മാർ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ കാത്തു സൂക്ഷിച്ച വിശ്വാസ ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വലിയ മാതൃകയായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അപ്പനും അമ്മയാണ്. എൻ്റെ അപ്പൻ മരണപ്പെട്ടതിൻ്റെ 10 വർഷം പൂർത്തിയാകുന്ന ദിവസമായിരുന്നു ഇന്നലെ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ ഫ്രീ ആകുകയാണെങ്കിൽ വൈകിട്ട് ഒന്ന് ഇറങ്ങ്. അപ്പൻ പോയിട്ട് 10 വർഷമായല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വരും. വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസം എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് പഠിപ്പിച്ച ഒരു അപ്പനാണ് എനിക്കുള്ളത്. ഞാൻ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് എൻ്റെ വീട് അന്ന് ഒരു ഓടുമേഞ്ഞ വീട് തന്നെ, പക്ഷെ ഒരു കുന്നിൻ ചെരുവിലാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ വന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അന്ന് സിമെന്റ് തേക്കാത്ത വീടായതുകൊണ്ടും ചെളി കൊണ്ട് നിർമ്മിച്ച ഈ ഭിത്തി ആയതുകൊണ്ട് തന്നെ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ഈ അടിഭാഗത്തുള്ള മണ്ണൊക്കെ ഒലിച്ചു പോകും. മാത്രമല്ല നല്ലൊരു മഴ വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഈ മഴ മുഴുവനും വീടിന്റെ ഉള്ളിലാണ് വീഴുന്നത്. അപ്പൊ എന്റെ ജോലി ഓരോ തുള്ളി വീഴുമ്പോഴും ഓരോ പാത്രം വെച്ചു കൊടുക്കലാണ് എന്റെ ജോലി. ഓരോ പാത്രം വെച്ചു കൊടുക്കുമ്പോ ഓരോ പാത്രത്തിൽ വീഴുന്ന ഈ വെള്ളത്തുള്ളികളുടെ ശബ്ദം കൊണ്ട് അതിന് സംഗീതം ഉണ്ടായി. അതെനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ അപ്പനും അമ്മയും വീട്ടുകാരൊക്കെ ശക്തമായ മഴ വരുമ്പോ ഭയമായിരുന്നു. ദൈവമേ, ഈ ഒരു മഴ നിന്നിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ദിവസം വൈകിട്ടൊരു 4 മണി ആയി കഴിഞ്ഞപ്പോ ഇതുവരെ ഇല്ലാത്ത ശക്തമായ പേമാരിയാണ്. ഒരു 4 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും പ്രകൃതി ഇരുട്ട് തുടങ്ങി. കാർമേഘം കനത്തു. ശക്തമായ മഴയാണ്. അതിൻ്റെ ഇടിമിന്നലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. വൈകിട്ട് 4 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേകിച്ച് സന്ധ്യയാകുന്ന അനുഭവമാണ്. ശക്തമായ മഴ, കോരിച്ചൊരിയുന്ന മഴ. ഈ മഴവെള്ള പാച്ചിൽ കൊണ്ട് എൻ്റെ വീടിൻ്റെ ഉമ്മറത്തുള്ള സൈഡിലുള്ള മണ്ണ് വരെ ഒലിച്ചു പോകുന്ന നിമിഷമാണ്. ഈ ഓടുമേഞ്ഞ പഴയ വീടിൻ്റെ അവിടെ എൻ്റെ അപ്പൻ, അന്ന് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല പാവം, ആ മനുഷ്യൻ നേരെ ഈ മഴ പ്രത്യേകിച്ച് പുറത്തേക്ക് വന്നിട്ട് ഈ വീടിൻ്റെ കഴുക്കോൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ മഴയെ നോക്കി നെടുവീർപ്പിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ചങ്ക് പൊട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അപ്പൻ, പ്രത്യേകിച്ച് ഞാൻ വളരെ ചെറുപ്പമായിരുന്നൊരു കുഞ്ഞ് നിക്കറിട്ട് നടക്കുന്നൊരു പ്രായത്തില് ഞാൻ ഈ അപ്പൻ്റെ കൂടെ ഞാനും വന്ന് മഴയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ അപ്പനെ നോക്കിയപ്പോൾ അപ്പൻ വളരെയധികം വേദനയോടെ നിൽക്കുകയാണ്. കണ്ണീന്ന് വെള്ളം വരുന്നില്ല. കാരണം ആള് പുരുഷനായിപ്പോയല്ലോ. ഞാൻ പുരുഷനായത് കരയാൻ പാടില്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ടാകാം ആ മനുഷ്യൻ ഇങ്ങനെ ഗദ്ഗതപ്പെട്ട് നിൽക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ഈ അപ്പൻ നേരെ എൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പൻ എപ്പോഴും ഉപയോഗിക്കുന്ന വിശുദ്ധ കുരിശ് അവിടെയുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെയാണ് കർത്താവിൻ്റെ തിരുഹൃദയം.
കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ നടുഭാഗത്ത് വരച്ചു വെച്ചിരിക്കുന്നത്, തിരുഹൃദയത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത് വിശുദ്ധ കുരിശ് തന്നെയാണ്. ആ വിശുദ്ധ കുരിശിനെ നോക്കിക്കൊണ്ട് അപ്പൻ ചങ്ക് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അപ്പനെ നോക്കി, അപ്പൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. തിരിച്ച് പിന്നെയും ഈ പുറത്തേക്ക് വന്ന് മഴയെ നോക്കി. മഴ കുറയുന്നൊന്നുമില്ല, ഒരു മാറ്റവുമില്ല. നേരെ പിന്നെയും അപ്പൻ മുറിയുടെ ഉള്ളിൽ കയറി പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അപ്പൻ്റെ പിന്നാലെ ചെന്നു. ഞാൻ നോക്കിയപ്പോൾ അപ്പൻ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. പിന്നെയും അപ്പൻ പുറത്തേക്ക് വന്ന് മഴയെ നോക്കി. ഈ മഴയെ നോക്കി പിന്നെയും ചങ്കിടിപ്പോടുകൂടി ആ മനുഷ്യൻ നേരെ പ്രാർത്ഥന മുറിയിലേക്ക് പോയി. പിന്നെ അപ്പൻ തിരിച്ച് മഴയെ നോക്കാൻ വന്നില്ല. വന്നത് ഞാനായിരുന്നു. മൂന്നാമത്തെ വട്ടം അപ്പൻ ആ വിശുദ്ധ കുരിശിന്റെ മുമ്പിലുള്ള തിരുഹൃദയത്തിന്റെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പനല്ല മഴ ശമിച്ചോ എന്നറിയാൻ വേണ്ടി വന്നത് ഞാനായിരുന്നു. ഓടി വന്ന് ഞാൻ നോക്കിയപ്പോ മഴ നിന്നു. നേരിത്തുള്ളി മാത്രം ഈ ഓടിന്റെ മുകളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുകയാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അപ്പാ മഴ നിന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതൊരു നിസ്സാരമായ സംഭവമല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശുദ്ധ കുരിശ് തരും എന്ന് ഉറപ്പ് തരുന്ന ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മളുടെ വിശ്വാസ ജീവിതം എപ്രകാരമാണ്.